മിസ്സേബ് ഒരു 2 മിനിറ്റ് കേട്ടോ. തുടങ്ങാമോ? 1 മിനിറ്റ് ലൈവ് ഒന്ന് കൊടുത്തിട്ട്. ഓക്കെ. ഓക്കെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി ബഹുമാന്യരായ അൽ ഹിക്മ ദർസ് ഹദീസിലെ പഠിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം റിയാദുസ് സാലിഹീനിലെ 47-ാമത്തെ അധ്യായത്തിലാണ് ഉള്ളത്. ബാബു അലാമാത്തി ഹുബ്ബില്ലാഹി തആല ലിഅബ്ദി വൽ ഹസ്സി അല തഖല്ലുഖി ബിഹാ വസ്സഈ ഫി തഹ്സീലിഹാ. അള്ളാഹുവിന്റെ ദാസനോടുള്ള സ്നേഹത്തിന്റെ അടയാളവും അത് ശീലമാക്കാൻ പ്രോത്സാഹിപ്പിക്കലും. ഈ ബാബില് ഉള്ള ഒരു ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇമാം അൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് ആദ്യം ഒന്ന് വായിക്കാം. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ്യ ഫകാന യഖറഉ ലിഅസ്ഹാബിഹി ഫി സ്വലാത്തിഹിം ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ്. فلما رجعوا ذكروا ذلك لرسول الله صلى الله عليه وسلم فقال صلوا أي شيء يصنع ذلك فسألوه فقال لأن أخبروه أن الله تعالى يحبه. متفق عليه. أن عائشة നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ, ഒരാളെ ഒരു ചെറിയ സൈനികത്തിന്റെ തലവനായി അയച്ചു. ശരി, എന്താന്ന് പറയാം.
ഫഖാന യഖ്റഉ ലി അസ്ഹാബി, അയാൾ തന്റെ ആളുകൾക്ക് ഇപ്പോൾ ഇഖ്ലാസ് കൊണ്ട് അദ്ദേഹം ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത്. വയഖ്തിമു, അദ്ദേഹം അവസാനിപ്പിച്ചിരുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് ഓതിയിട്ടാണ് അദ്ദേഹം നമസ്കാരത്തിൽ ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത്. ഫലമ്മാ റജഉ, അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ, ആ സൈന്യം മടങ്ങി വന്നപ്പോൾ, ദക്കറു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാര്യം അവർ റസൂലിനോട് ഉണർത്തിച്ചു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, സലൂഹു, അദ്ദേഹത്തോട് ചോദിക്കലി, അയ്യി ഷൈഇൻ യസ്നഉ ദാലിക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കൂ. ഫസഅലൂഹു, അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലി അൻഹ സിഫത്തുർ റഹ്മാൻ, അത് പരമകാരുണികന്റെ ഗുണവിശേഷമാണ്. ആ സൂറത്ത് പരമകാരുണികന്റെ ഗുണവിശേഷണമാണല്ലോ. ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ, അതിനാൽ ഞാനത് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറുഹു, അദ്ദേഹത്തെ അറിയിക്കുക, അന്നല്ലാഹു തആല, തീർച്ചയായും അല്ലാഹു തആല, യുഹിബ്ബുഹു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ, സരിയ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത ചെറിയ സൈനിക നീക്കങ്ങളാണ് സരിയ എന്ന് പറയാം. ആ സൈനിക നീക്കത്തിൽ റസൂൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സൈനിക നീക്കത്തിന്റെ തലവനായി അള്ളാഹുവിന്റെ റസൂല് ഒരാളെ കേൾക്കുന്നുണ്ടാവില്ല. സൈനിക നീക്കത്തിന്റെ തലവനായി അല്ലാഹു തആല ഒരാളെ നിയോഗിച്ചു. അങ്ങനെ ആ സൈനിക നീക്കത്തിന്റെ സൈന്യത്തിന്റെ തലവനായ അയാൾ നമസ്കാരത്തിൽ ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത് ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ടാണ്. എല്ലാ നിസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം ഖുൽ ഹുവല്ലാഹു ഓതും. ഫലമ്മാ റജു, അങ്ങനെ അവർ മടങ്ങി വന്നപ്പോ ഈ വിവരം വന്ന സൈന്യത്തിലുണ്ടായിരുന്നവർ റസൂലുള്ളാഹിനെ അറിയിച്ചു. കാല, അപ്പൊ റസൂല് പറഞ്ഞു, സലൂഹു, അദ്ദേഹത്തോട് ചോദിക്കില്ല, ഈ ഷൈഇൻ യസ്നഉ ദാലിക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പൊ സലൂഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ കാല, അദ്ദേഹം പറഞ്ഞു, ലി അൻഹ സിഫത്തുർ റഹ്മാൻ, അത് കാരുണ്യവാന്റെ ഗുണവിശേഷമാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ, അത് അങ്ങനെ പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ വിവരം അറിഞ്ഞ റസൂല് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിറുഹു, അദ്ദേഹത്തെ അറിയിക്കുക, അന്നല്ലാഹ തആല യുഹിബ്ബുഹു, തീർച്ചയായും അല്ലാഹു തആല അയാളെ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസിലെ കാര്യം മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇല്ലാത്ത ഒരു നീക്കത്തിന് ഒരാളെ നേതാവാക്കിക്കൊണ്ട് ശരീരമായിട്ട് റസൂലുള്ളാഹി അയച്ചു. അദ്ദേഹം സൈന്യത്തിന്റെ തലവനാണ്, നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ചിലപ്പോ വേറെ സൂറത്തിന്റെ കൂടെ ഖുൽ ഹുവല്ലാഹു കൂടി ഓതും. ഇത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പതിവ് ഇദ്ദേഹത്തിനുള്ള കാര്യം പിന്നീട് സഹാബാക്കൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു, അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ കാരണം ചോദിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സൂറത്ത്, നല്ലൊരു വലിയ പ്രധാനപ്പെട്ട സൂറത്തല്ലേ, അത് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹുവും അയാളെ അതിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ഇങ്ങനെ പറയാം, ഖുർആനിലെ ചെറിയ അധ്യായങ്ങള് നിർബന്ധ നമസ്കാരത്തിന് പുറമെ പോലും പാരായണം ചെയ്യുന്നത് അനുവദനീയമാണ്. ചെറിയ സൂറത്തുകൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്
കാരണം ഖുൽ ഹുവല്ലാഹു അതൊക്കെ ഓതാവുന്നതാണ്. രണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്റെയും അത് പാരായണം ചെയ്യുന്നതിന്റെയും ഒരു അഭികാമ്യത, ഈ അതിന്റെ ഒരു പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട സൂറകളിൽ ഒന്നാണ്. അല്ലാഹു തആലയുടെ ഏകത്വവും അവന്റെ പരമാധികാരവും വ്യക്തമാക്കുന്ന ശിർക്കിന്റെ ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അവിടെ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹിനെ കുറിച്ച് റസൂലിനോട് മക്കയിലെ മുശ്രിക്കുകള് അള്ളാഹിന്റെ വംശവും വർഗമൊക്കെ പറഞ്ഞപ്പോ അവതീർണമായ സൂറത്താണത്. ആ സൂറത്ത് വളരെ കുറഞ്ഞ പദങ്ങളുള്ളൂവെങ്കിലും അത് ഖുർആനിന്റെ 1/3 എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള സൂറത്താണ്. അതിന്റെ ഒരു അഭികാമ്യത ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെക്കാൾ സംഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങൾക്ക്, ചില സൂറത്തുകൾക്ക് വേറെ ചില സൂറത്തുകളെക്കാൾ മുൻഗണന ഉണ്ട്, പ്രാധാന്യം ഉണ്ട് എന്നല്ല, ഒരു മുൻഗണന ഉണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. കാരണം ഈ ചെറിയ സൂറത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ മഹത്വം, അവന്റെ ഏകത്വവും ശ്രേഷ്ഠതയും ഒക്കെ ഊന്നി പറയുന്നു എന്നതാണ് അതിന്റെ ഒരു കാരണം. അതേപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള മനസ്സിനനുസരിച്ച് അതിന്റെ പ്രാധാന്യം വർദ്ധിക്കും. അതായത് ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ഓതാനുള്ള കാരണം ആ സൂറത്ത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ പറയുന്ന സൂറത്താണ്. അത് ആ മനസ്സുള്ളത് കൊണ്ടാണ്, ആ മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് റസൂൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അള്ളാഹുവും അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ ഖുൽ ഹുവല്ലാഹു ഓതി എന്നൊറ്റ കാരണത്താലല്ല. ആ ഓതാനുള്ള കാരണം അദ്ദേഹത്തിന് ആ സൂറത്ത് അള്ളാഹുവിന്റെ സിഫത്തുള്ള സൂറത്തായതുകൊണ്ട് ആ സൂറത്ത് ഓതാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് റസൂല് പറഞ്ഞത് അദ്ദേഹത്തിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ചത്. അപ്പൊ ഒരു പ്രവർത്തികൾക്കുള്ള പ്രതിഫലം അവയുടെ പിന്നിലെ നീതിനിഷ്ഠമായ ഒരു നിയ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് അതുകൊണ്ടാണ് റസൂല് ആ കർമ്മം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. അതേപോലെ ഇതിന് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാവും. അധികാര സ്ഥാനങ്ങളിലും നേതൃസ്ഥാനങ്ങളിലും ഇരിക്കുന്നവർ ഇതുപോലെ സൽഗുണവരായും ഭക്തിയുള്ളവരും ഒക്കെ ആയിരിക്കണം. കാരണം ഇസ്ലാമിലെ സൈനിക നേതാവ് മൊത്തം നേതാവാണ്, അദ്ദേഹം തന്നെയാണ് നമസ്കാരത്തിന്റെയും നേതാവ്. അപ്പൊ നല്ലവരായ ആളുകളെയാണ് സൈനിക ലീഡർഷിപ്പിലും വെക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഗുണങ്ങളെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നവരെ അള്ളാഹു തആലയും സ്നേഹിക്കുന്നുണ്ട്. അമനു അശദ്ദ ഹുബ്ബില്ല, വിശ്വാസികൾ അള്ളാഹുവിനെ അതിലെത്തി സ്നേഹിക്കുന്നവരാണ്. അതിങ്ങനെ പ്രകടിപ്പിക്കുക, ആ സ്നേഹത്തിനോടുള്ള ആ സ്നേഹം ഉദ്ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തിരിച്ച് സ്നേഹിക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. അത് നല്ല അത്തരം പ്രവൃത്തികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും പറയുന്നു. അതേപോലെ മറ്റൊരു സംഗതി ഉള്ളത്, പരിഷ്കരണം ലക്ഷ്യമാക്കി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ ലീഡർഷിപ്പിലുള്ള ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ അതിലും മുതിർന്ന ലീഡറോട് പറയാവുന്നതാണ്. ഇപ്പൊ സൈനിക നേതാവായിരുന്ന ആളുടെ ഒരു പ്രശ്നമാണല്ലോ അള്ളാഹുവിന്റെ റസൂലിനോട് എന്ന് പറഞ്ഞത്. അത് പരിഷ്കരണം ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കുറ്റവും കുറവും പറയാന്നുള്ള ഉദ്ദേശത്തിലല്ല. അദ്ദേഹം ഇങ്ങനെ നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാട് എന്താണെന്ന് റസൂലിനോട് അറിയാൻ വേണ്ടിയിട്ട് പരിഷ്കരണ ലക്ഷ്യത്തോടു കൂടി മുതിർന്ന ലീഡർഷിപ്പിനോട് കാര്യങ്ങൾ പറയുന്നത് നല്ല കാര്യമാണ് എന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിനോട് പറഞ്ഞത്. ഇനി റസൂല് തന്നെ ചെയ്തത് എന്താ? എടുത്ത വഴിക്ക് റസൂൽ ഒരു ഓർഡർ പ്രഖ്യാപിക്കൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം എന്ന് പറയല്ലേ. എന്താണ് അദ്ദേഹം അത് ചെയ്യാനുണ്ടായ കാരണമെന്ന് കൃത്യമായി അതിന്റെ നിജസ്ഥിതി അറിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അയാൾ എന്താണ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം എന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതേപോലെ അപ്പൊ ഒരു കാര്യം വിധിക്കുന്നതിന് മുമ്പ് അത് പരിശോധിക്കുന്നതിന്റെ നിയമസാധുത എങ്ങനെ അദ്ദേഹം ചെയ്തു എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുക എന്നതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പെട്ടതാണ്. അതേപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് അള്ളാഹു തിരിച്ച് സ്നേഹിക്കുന്നതിന് കാരണമായി തീരും എന്നും കൂടി അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടി മറ്റു കാര്യങ്ങളുള്ളത്, ഒരു റക്കാത്തിൽ തന്നെ ഒന്നോ അതിലധികമോ സൂറത്തുകൾ ഓതാനുള്ള അനുവാദമുണ്ട്. കാരണം ഇയാളതാണ് ചെയ്തിരുന്നത്. വെറും ഖുൽ ഹുവല്ലാഹു മാത്രമല്ല ഓതിയിരുന്നത്,
രണ്ടാമത്തെ റക്അത്തിൽ മറ്റേതെങ്കിലും ഓതിയതിന്റെ കൂടെ ഖുൽ ഹുവല്ലാഹു കൂടി ഓതുകയാണ് ചെയ്തത്. അപ്പൊ അതിന് അനുവാദമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഖുർആനിന്റെ ഒരു ഭാഗം പതിവായി പാരായണത്തിന് വേണ്ടി നീക്കി വെക്കുന്നതിനും അനുവാദമുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം ഒരാൾക്ക് ഇങ്ങനെ സ്ഥിരം ഓതുന്നതിനൊന്നും കുഴപ്പമില്ല, ഏതെങ്കിലും സൂറത്തുകൾക്ക് സ്ഥിരമായി ഓതുന്നതിനും കുഴപ്പമില്ല എന്നൊക്കെ ഇതിന് വ്യക്താക്കുന്നുണ്ട്. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ദാസനോടുള്ള സ്നേഹത്തിന്റെ അടയാളവും അത് ശീലമാക്കാനുള്ള പ്രോത്സാഹനവുമാണ് നൽകുന്നത്. അപ്പൊ ഒരാൾ അള്ളാഹുവിനെ സ്ഥിരമായി സ്നേഹിക്കുക, അത് തിരിച്ചും അള്ളാഹു അയാളെ സ്നേഹിക്കും, അത് ശീലമാക്കാവുന്നതാണ് എന്നൊക്കെ ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെയും സ്നേഹിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിചാരവും സ്നേഹവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിനെ വർണ്ണിക്കുന്ന ഭാഗങ്ങൾ കുറെ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് പുണ്യാർഹമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ വർ-റഹ്മാനുർ റഹീം വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ അതൊക്കെ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളും അവന്റെ അസ്മാകളൊക്കെ എടുത്തു പറയുന്ന ആ ഭാഗങ്ങളാണ്. അപ്പൊ അത്തരം ഭാഗങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ പുണ്യകരമായ ഒരു കർമ്മമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരെ സ്നേഹിക്കുന്ന, അവനാൽ സ്നേഹിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.